പ്രിയമുള്ള സുഹൃത്തെ, ഇന്ത്യയിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച് പാർലമെൻറ്റ് പാസാക്കിയ ഏകപക്ഷീയമായി ശബ്ദ വോട്ടോടുകൂടി പ്രതിപക്ഷ അഭിപ്രായങ്ങളെ മാനിക്കാതെ ഓർഡിനൻസിനെ ആക്റ്റാക്കി മാറ്റിയിരിക്കുകയാണ് കാർഷിക പരിഷ്കരണ ബിൽ. ഇത് നിങ്ങളുമായി ചർച്ച ചെയ്യാനുള്ള വിവരം, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട സാങ്കേതികത, ഇതൊക്കെ എനിക്ക് അറിയാത്ത കാര്യമാണ്. അറിയാത്ത കാര്യത്തിൽ മിണ്ടാണ്ടിരിക്കുക എന്നുള്ളത് പൊതുവെ ഞാൻ സ്വീകരിക്കുന്ന ഒരു നയമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ സംസാരിക്കാൻ വന്നത് എന്ന് ചോദിച്ചാൽ, ഇത് എതിർക്കപ്പെടേണ്ട ഒരു നിയമം എന്ന നിലയ്ക്ക് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും മറ്റ് ഫെഡറൽ സംവിധാനത്തിനും ഒഴിച്ചുകൂടാനാവാത്ത, എതിർക്കപ്പെടേണ്ട ഒന്നാണ് എന്നാണ് എൻ്റെ ധാരണ. മറ്റ് പല ഭാഗത്തു നിന്നും അനുകൂലമായ ഒരുപാട് അഭിപ്രായങ്ങൾ പൊന്തി വന്നു. സർവ്വസാധാരണമായി അങ്ങനെ ഉണ്ടാകാറുണ്ട്. CAയുടെ കാര്യത്തിൽ നമ്മളങ്ങനെ കണ്ടതാണ്. പക്ഷേ ഫ്രീ തിങ്കേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് രവിമാഷ് ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്തത് ഞാൻ കാണാനിടയായി. അത് കണ്ടപ്പോൾ തന്നെ അതിനകത്തുള്ള ഒരുപാട് പോരായ്മകൾ, രണ്ട് കാര്യം എനിക്ക് വ്യക്തമായി പിടികിട്ടി. ഒന്ന്, അദ്ദേഹം ഇത് ശരിക്കും പഠിച്ചിട്ടല്ല പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലൊരു ഗൂഢ ഉദ്ദേശമുണ്ട്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ്. എന്തായാലും അതിൻ്റെ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള ഉത്കടമായ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാനിവിടെ. ഇതിൻ്റെ 3 നിയമങ്ങളാണ്, ആക്റ്റുകളാണ്. അതിൽ ആദ്യമായിട്ട് നമുക്ക് ഈ ആക്റ്റിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് മിക്കവാറും എല്ലാവരും കേട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. കഴിഞ്ഞ 2-3 മാസമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് മാധ്യമങ്ങളിൽ, എല്ലാ ഭാഷകളിലും ആവശ്യത്തിലധികം ഇൻഫർമേഷൻസ്, ഫ്ലഡ് ഓഫ് ഇൻഫർമേഷൻസ് വന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് ചുരുക്കി എന്താണെന്ന് നോക്കിക്കൊണ്ട് നമുക്ക് രവിമാഷിൻ്റെ വാദഗതിയിലേക്കും അതിൻ്റെ പോരായ്മകളിലേക്കും അത് സമൂഹത്തിൽ ചെലുത്തുന്ന ദുസ്വാധീനത്തെക്കുറിച്ചും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സ്വതന്ത്ര ചിന്ത പ്രചരിപ്പിക്കുന്ന ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെ ജനവിരുദ്ധമായ, ജനദ്രോഹപരമായ ഒരു നിയമത്തെ പിന്താങ്ങിക്കൊണ്ടുള്ള ഒരു വീഡിയോ അമിത പ്രാധാന്യവും നല്ല റീച്ചുമൊക്കെ കിട്ടുന്നതിൽ ഉത്കണ്ഠപ്പെടേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ട് അതിൻ്റെ ചില വശങ്ങൾ മാത്രം, എന്താണ് ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിച്ചത്, വളരെ ചുരുക്കി. അതിൻ്റെ ആദ്യത്തെ വകുപ്പ് പറയുന്നത് ദ ഫാർമേഴ്സ് എംപവർമെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ എഗ്രിമെൻറ്റ് ഓൺ പ്രൈസ് അഷുറൻസ് ആൻഡ് ഫാം സർവീസസ്. ഇതിൽ പ്രൈസ് അഷുറൻസ് ആൻഡ് ഫാം സർവീസസ് ഓർഡിനൻസ്, ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. എന്താണിത്? കർഷക പരിഷ്കാര രംഗത്ത് സമൂലമായ മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ത്യൻ കർഷകനെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു എന്നല്ല. ഒരു മണിക്കൂറിന് ഒരാളാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തതല്ല. അവരെ രക്ഷിച്ച് സുഭിക്ഷതയിലേക്ക് നയിക്കാൻ വേണ്ടി ഇന്നത്തെ സർക്കാർ മെനഞ്ഞെടുത്ത ഈ സർക്കാരിൻ്റെ ഇന്നോളമുള്ള ചെയ്തികളെ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ജനക്ഷേമകരമായ, ജനത്തോട് അങ്ങേയറ്റം സ്നേഹം മുറ്റിക്കൊണ്ട് ചെയ്യാണ്ടിരിക്കാൻ വയ്യാതെ ചെയ്ത ഒരു പ്രവൃത്തിയായി ഞാൻ വിലയിരുത്തണമെങ്കിൽ എനിക്കെന്തോ സാരമായ കുഴപ്പമുണ്ട് എന്ന് വേണം കരുതാൻ. കാര്യം ഇതുവരെയുള്ള ചെയ്തികൾ പരിശോധിച്ചാൽ ആ ഒരു അനുമാനത്തിലേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. എന്തുമായിക്കോട്ടെ, ഇവിടെ ഈ ആക്ടിൻ്റെ പ്രഥമ
വകുപ്പിൽ പറയുന്നത് എഗ്രിമെൻറ്റ്, അതായത് കർഷകരും വ്യാപാരിയും ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുക. എനിക്ക് ഇന്ന സാധനങ്ങൾ ആവശ്യമുണ്ട്, ഇന്ന ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ ആവശ്യമുണ്ട്, അതിന് ഞാൻ നിനക്ക് വിത്ത് തരും, വളം തരും, നിൻ്റെ ഉൽപ്പാദനം ഞാൻ കൊണ്ടുവയ്ക്കോളാം, നീ ഉൽപ്പാദിപ്പിച്ച് എനിക്ക് തരിക. ഇതാണ് എഗ്രിമെൻറ്റ്. ഈ എഗ്രിമെൻറ്റ് എഴുതി വയ്ക്കണമെന്നില്ല, വാക്കാൽ മതി. അങ്ങനെ അവന് വേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നൽകിക്കൊണ്ട് കർഷകനെ കൊണ്ട് കൃഷി ചെയ്യിച്ച് ആവശ്യത്തിന് വാങ്ങിക്കുന്ന ഒരു എഗ്രിമെൻ്റാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഓപ്പൺ ട്രേഡ്. ഈ എഗ്രിമെൻ്റ് തന്നെ ഒരു വലിയ ചതിയാണ്. കാരണം നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റു പ്രൈവറ്റ് കമ്പനികളുമായി എന്തെങ്കിലും കരാറിൽ ഏർപ്പെടുമ്പോൾ അവർ കുറേ ഫാം തരും. അതിൽ കുറേ ക്ലാസ്സസ് എഴുതിയിട്ടുണ്ടാവും. അതൊന്നും നമുക്ക് വായിച്ചാൽ മനസ്സിലാകില്ല, വായിക്കാനുള്ള സമയവും കിട്ടുകയില്ല. അതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ചതി, വഞ്ചന എത്ര വിവേകമുള്ള ബിരുദായി ആയാൽ പോലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ ഇന്ത്യയിലെ കുഗ്രാമങ്ങളിൽ താമസിക്കുന്ന രവിമാഷ് തന്നെ പല സ്ഥലത്തും പരിദേവനം പറയുന്നു ഈ കൃഷിക്കാരൻ ഈ എഗ്രിമെൻറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി എങ്ങനെയാണ് മനസ്സിലാക്കാറുള്ളത്. ഉദാഹരണത്തിന്, എനിക്ക് കുറേ തക്കാളി ആവശ്യമുണ്ട്. അത് പഞ്ചാബിൽ ഉപയോഗിക്കുന്ന തക്കാളിയല്ല, എനിക്ക് മറ്റു പല ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്, സിറപ്പുണ്ടാക്കാൻ. അതുകൊണ്ട് ഞാൻ വിത്ത് തരാം, നീ ഉൽപ്പാദിപ്പിക്കണം. അങ്ങനെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ രണ്ട് കാരണം പറയാം. ഒന്ന്, അന്താരാഷ്ട്ര വിപണിയിൽ വില ഇടിഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് പറഞ്ഞ വില തരാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയിൽ ഇതെത്തിയില്ല, അതുകൊണ്ട് വേണമെങ്കിൽ കുറഞ്ഞ വിലയ്ക്കെടുത്തൊന്ന് പരിശോധിച്ച് നോക്കാം, പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ കർഷകനെ പറ്റിക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ തള്ളിക്കളയാനാവില്ല. കാരണം ഇന്ത്യയിലെ കുത്തകകൾ മിലിറ്ററി അധികാരമുള്ള, പ്രോസിക്യൂഷൻ അധികാരമുള്ള സർക്കാരിനെ പറ്റിച്ചുകൊണ്ട് കോടികൾ കൊന്നൊടുക്കിക്കൊണ്ടു പോകുമ്പോൾ ഈ സാദാസീദാ കർഷകൻ, മാത്രമല്ല ഈ എഗ്രിമെൻ്റ് ഒന്നും ലീഗൽ ബൈൻഡിങ് ഉള്ളതല്ല എന്നതാണ്. കർഷക കുടുംബങ്ങൾ 14.5 കോടിയാണ്. അതിൽ 5 ഏക്കറിൽ താഴെയുള്ള കർഷകർ 86% വരും. ഈ 86% വരുന്ന നിരക്ഷരനായ ഈ കർഷകൻ എങ്ങനെയാണ് ഒരു കുത്തകയുമായി കരാറിൽ ഏർപ്പെടുക? ഇതിൽ ആർക്കായിരിക്കും ബാർഗെയിനിങ് പവർ? ആരുടെ സംരക്ഷണമാണ് അതിലൂടെ ഉറപ്പാകുക? ഒരു കോമൺ സെൻസ് കൊണ്ടാൽ ആലോചിച്ചാൽ പിടികിട്ടുന്ന കാര്യമാണ്. ഇനി ലീഗൽ ബൈൻഡിങ് ഇല്ല എന്നെങ്ങനെ പറഞ്ഞു? 13ാമത്തെ വകുപ്പിൽ പറയുന്നത് ഈ ആക്ടിൻ്റെ നോ സ്യൂട്ട്, പ്രോസിക്യൂഷൻ or other legal proceedings shall lay against the central government or the state government or any officer of the central government of the state government. ഇനി പറയുന്ന വാക്കാണ് പ്രധാനം. or any other person in respect of anything which is in good faith done intended to be done under this act of any rules or orders made thereafter. ഇവിടെ other person in respect of anything ആരായത്? കുത്തകകൾ തന്നെയാണ്. ഇന്ത്യയിലെ ചങ്ങാത്ത മുതലാളിത്തം ലോക ചങ്ങാത്ത മുതലാളിത്തർക്ക് ക്ലാസ് എടുക്കാൻ പാകത്തിൽ ഒരുപാട് തീസിസ് ഉള്ള ഒന്നാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ട് എന്നത് ഈ ഒരൊറ്റ ക്ലാസ് വെച്ച് തന്നെ. അതായത് ഇന്ത്യയിലെ സാധാരണ ഒരു പൗരന് അവൻ്റെ റിഡ്രസലിന് വേണ്ടിയിട്ട്
ഒരു കോടതിയെ സമീപിക്കാനുള്ള അവകാശം പോലും കർഷകനിൽ നിന്ന് കവർന്നെടുത്തുകൊണ്ട് അവന് പരാതി ഉണ്ടാകുക ലോക്കലായിട്ട് ആരാ? കളക്ടർ, തഹസീൽദാർ തുടങ്ങിയ മജിസ്ട്രേറ്റന്മാരുടെ മുമ്പിൽ ആരാ അവരൊക്കെ? സർക്കാരിൻ്റെ പിണിയാളുകളും. ബാക്കി പറയേണ്ടതില്ലല്ലോ, ഊഹിച്ചോളൂ. ഇങ്ങനെ കുത്തകകൾക്ക് മുമ്പിൽ ഇന്ത്യയിലെ ചെറുകിട കർഷകൻ 5 ഏക്കറിൽ പോലും താഴെ സ്ഥലമുള്ള കർഷകനെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു നിയമത്തെ ഒരാൾ പിന്തുണയ്ക്കുന്നുവെങ്കിൽ അയാളെക്കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇനി ഇതിൽ പറയുന്ന ഉത്കൃഷ്ടവും ശ്രേഷ്ഠവുമായ വകുപ്പുകൾ APMC കൂടാതെ, അതായത് APMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും APMCയിൽ പോകുന്ന ആളാണ്. മുംബൈയിൽ വാശിയിലെ APMCയിൽ നിന്നാണ് ഞാൻ എനിക്ക് ആവശ്യമായ ഡേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കുന്നത്. ഞാൻ കോവിഡിന് മുമ്പ് എല്ലാ മാസവും ഇവിടെ പോകുമായിരുന്നു. APMC കൂടാതെ കർഷകന് എവിടെ വേണമെങ്കിൽ, മണ്ഡി APMC കൂടാതെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വിൽക്കാം. പണ്ടങ്ങനെ ആയിരുന്നു. അങ്ങനെ ആയിരുന്ന വേളകളിൽ കർഷകൻ അങ്ങേയറ്റം ചൂഷണം ചെയ്യപ്പെട്ടത് കൊണ്ടാണ് സർക്കാർ തന്നെ മുൻകൈയെടുത്തുകൊണ്ട് APMC ഉണ്ടാക്കി. സർക്കാരിൻ്റെ മേൽനോട്ടത്തിലും പങ്കാളിത്തത്തിലും കൂടിയാണ് APMC നടക്കുന്നത്. APMCയിലാണോ എല്ലാ കർഷകനും വിൽക്കുന്നത്? അല്ല. എങ്കിൽ തന്നെയും മറ്റെവിടെയെങ്കിലും വിൽക്കാനൊക്കാതെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ APMCയിൽ കൊണ്ട് വിൽക്കാൻ സാധിക്കും. അങ്ങനെ വിൽക്കുമ്പോൾ അവിടെ ഒരു സെസ് ഉണ്ട്. ഈ APMC നടത്താൻ ആവശ്യമായ സെസ് സർക്കാരിൻ്റെ ഒരു 5%, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ 5% ടാക്സ്. ഇതൊക്കെ സംഭരിച്ച് അതിനെ സൂക്ഷിച്ച് പിന്നീട് മാർക്കറ്റിൽ വിൽക്കുന്ന വിലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ഉപഭോക്താവിൻ്റെ കയ്യിലെത്തുമ്പോൾ എത്ര ശതമാനം ലാഭമെന്ന് അറിയുമോ? എന്തായാലും 50% മുകളിൽ ലാഭമുള്ള ബിസിനസ് അല്ലാതെ ഇന്ത്യൻ കച്ചവടക്കാർ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യക്കാർ ചെയ്യില്ല. കൊള്ളയാണ്. കൊള്ളയിൽ നമ്മുടെ സർക്കാരും മോശമല്ല, നമുക്ക് വഴിയെ പരിശോധിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് മിനിമം സപ്പോർട്ട് പ്രൈസ്, അതായത് മണ്ടിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ മറ്റാർക്കും വേണമെങ്കിലും വിൽക്കാം മണ്ടിയിലെ. പക്ഷേ മറ്റാരും വാങ്ങിച്ചില്ലെങ്കിൽ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസിന് അത് സർക്കാരിൻ്റെ ഏജൻസി പ്രൊക്യൂർ ചെയ്യും എന്നതാണ്. അപ്പം കർഷകന് ഒരു ഉറപ്പായി കൂടിയ വിലയ്ക്ക് വിൽക്കാൻ ശ്രമിക്കും. പല ഏജൻറ്റുമാരും ഉണ്ട്. അവർക്കൊന്നും വിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാനൊരു ഒരു ചാക്ക് ഉള്ളിയുമായി പോവുകയാണ്. ഒരാൾ വന്ന് രാമചന്ദ്രൻ എന്നിൽ പറയുകയാണ് 100 രൂപ തരാം. MSP മിനിമം സപ്പോർട്ട് പ്രൈസ് 150 ആണെങ്കിൽ അവന് 100 പറയാൻ മടി കാണുമേ. കാര്യം ഞാൻ കൊടുക്കുക. അവൻ 160 പറഞ്ഞാലേ ഞാൻ കൊടുക്കുകയുള്ളൂ. അപ്പോൾ MSP എന്ന് പറയുന്നത് കർഷകൻ്റെ വിലയെ പിടിച്ചു നിർത്താനുള്ളൊരു മെക്കാനിസമാണ്. ഇത് എത്രത്തോളം വർക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും അങ്ങനെ ഒന്നുള്ളത് പരോക്ഷമായി കർഷകന് ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇതിനകത്ത് ഒരുപാട് കള്ളക്കളികൾ സർക്കാർ നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ മാറി മാറി വന്ന സർക്കാരുകളൊക്കെ തന്നെ കർഷകന്, അന്നം തരുന്നവനെ ഇടങ്കാലുകൊണ്ട് ചവിട്ടിത്താഴ്ത്തുന്ന വാമനനെ ചവിട്ടിത്താഴ്ത്തപ്പെട്ടതുപോലെ ആ നയമാണ്. ഇനി 1 മണിക്കൂറിനല്ല, 1 മിനിറ്റിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്താൽ പോലും കുലുങ്ങാത്തവരാണ് നമ്മുടെ ഭരണകർത്താക്കൾ. അവർക്കതിൽ ലെവൽ എന്തിന് നമ്മളിപ്പോൾ കോവിഡിൽ കണ്ടതല്ലേ? ലക്ഷക്കണക്കിന് ആളുകൾ തെരുവ് തെണ്ടിയപ്പോൾ എന്താ സർക്കാർ ചെയ്തത്? എന്തു സംരക്ഷണമാണ്? ബോണ്ടഡ് ലേബറായിട്ട് തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു മരിച്ച് റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ കയറി 4 പേര് മരിച്ചു. MSP ഒരു ഉറപ്പായിരുന്നെങ്കിൽ
ഈ നിയമത്തിൽ പറയുന്നത് നിങ്ങൾ ആർക്കു വേണമെങ്കിലും മണ്ടിക്ക് പുറത്തോ APMCക്ക് പുറത്തോ വിറ്റോളൂ, ദർ വിൽ ബി നോ MSP. അപ്പം ഞാൻ കൊണ്ടുപോയ ഉള്ളിയെ 150 രൂപ തറവില ഉണ്ടായിരുന്ന സ്ഥാനത്ത് അതില്ലെങ്കിൽ അത് വാങ്ങിക്കാൻ വന്നവൻ X or Y അവരെന്തു വില പറയും? തോന്നിയ വില പറയും. ഉൽപാദനം അമിതമാണെങ്കിൽ, ഒന്നിലധികം ചാക്ക് വന്നിട്ടുണ്ടെങ്കിൽ, 5 ചാക്ക് ആവശ്യമാണെങ്കിൽ 10 ചാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് 50 രൂപയിലേക്ക് പോകാം, 10 രൂപയിലേക്ക് പോകാം. അത് കളഞ്ഞിട്ട് കർഷകൻ പോകേണ്ട അവസ്ഥ വരെ വരാം. ഇനി സർക്കാർ ഇതിൽ എടുക്കുന്ന കള്ളക്കളി എങ്ങനെയെന്ന് അറിയാമോ? ഇതിൽ നിൽക്കുന്ന തൽപര കക്ഷികളെ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അവർ താല്പര്യത്തിനനുസൃതമായി ഇലക്ഷൻ സമയമൊക്കെ വരികയാണെങ്കിൽ MSP ഒക്കെ കൂട്ടി പ്രഖ്യാപിക്കും, തറവില കൂട്ടി പ്രഖ്യാപിക്കും കർഷകനെ കയ്യിലെടുക്കാൻ. അതായത് എലക്ഷൻ വരുമ്പോൾ ജനത്തെ കയ്യിലെടുക്കാനുള്ള ചെപ്പടി വിദ്യകളുടെ മാന്ത്രിക വീരന്മാരാണ് രാഷ്ട്രീയക്കാർ. ഇതൊന്നും നടപ്പിലാക്കില്ലെന്ന് അവർക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. എങ്കിലും ജനം വോട്ട് ചെയ്യും. അതാണ് ഇന്ത്യ. ചുമ്മാ അല്ല പലരും പറഞ്ഞത് 90% ബിഡ്ഡികൾ. അങ്ങനെ MSP അളവിലധികം പറഞ്ഞുകൊണ്ട് MSP പ്രഖ്യാപിക്കും, പക്ഷെ പ്രൊക്യൂർ ചെയ്യില്ല. 150 രൂപയ്ക്ക് ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞവനെ പരിസരത്ത് കാണൂല. ഞാൻ ഉള്ളിയായി ചെല്ലുമ്പോൾ ഉള്ളി വിറ്റ് വേണം അരി വാങ്ങിക്കാൻ. 10 ദിവസമോ 15 ദിവസമോ കഴിഞ്ഞ് അവൻ വരും വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതുവരെ കാത്തിരിക്കാൻ പറ്റുമോ? ഒന്നുകിൽ ചീത്തയാവും, അല്ലെങ്കിൽ വിൽക്കാൻ എനിക്ക് അത്യാവശ്യമുണ്ട്. അവൻ കണ്ട വിലയ്ക്ക് വിറ്റുകൊണ്ട് പോകും. ഇങ്ങനെയാണ് തൽപര കക്ഷികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ എടുക്കുന്ന ഈ MSPയിലെ കള്ളക്കളി. 1. നമ്പർ 2, 10 കേന്ദ്രങ്ങൾ തുടങ്ങണമെങ്കിൽ ഒരു 5 കേന്ദ്രമേ തുടങ്ങും. അപ്പോൾ ഒരുപാട് കർഷകർക്ക് ഈ നെറ്റിനുള്ളിൽ വരാൻ പറ്റുകയില്ല. അതാണ് ഈ MSP ഫലപ്രദമായി എല്ലാവർക്കും കിട്ടുന്നില്ല എന്ന് പറയുന്ന കാരണങ്ങൾ രവിമാഷ് പറയുന്നുണ്ട്. ഇനി മറ്റൊരു അടവ് കൂടെ ഉണ്ട്. ഇതിൻ്റെ സെക്കൻഡ് B. 40 ദിവസം ഒരു കോർപ്പിൻ്റെ അല്ലെങ്കിൽ വിളവിൻ്റെ കാലഘട്ടമാണെങ്കിൽ 40 ദിവസം ഈ സെൻറ്റേഴ്സ് തുറന്നു വയ്ക്കുന്നതിന് പകരം 10-20 ദിവസം തുറന്നു വയ്ക്കും. അതായത് ആവശ്യത്തിലധികം സെൻറ്റേഴ്സ് ഉണ്ടാവില്ല. ഉണ്ടാകുന്ന സെൻറ്റേഴ്സ് താമസിച്ച് തുടങ്ങുകയും നേരത്തെ അവസാനിപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ നമ്പേഴ്സും കുറവായിരിക്കും. ഇനി ഇത്തരം ലീഗൽ ബൈൻഡിങ് ഇല്ലാത്തതാണെങ്കിൽ പോലും എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ ആർക്കാണ് സാധിക്കുക? വലിയവനെ സാധിക്കും. വലിയ കർഷകർക്ക് മാത്രമേ സാധിക്കൂ. ഇനി ഈ മണ്ടീസും APMCയും ഒക്കെ എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഹിന്ദുവിൽ റിപ്പോർട്ടുണ്ട്. 2006 ആഫ്റ്റർ ദ അബോലിഷൻസ് ഓഫ് മണ്ടീസ്, farmers in Bihar on average received lower prices compared to the MSP. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 150 രൂപ തറവില നിശ്ചയിച്ചു വാങ്ങിക്കാൻ ആളില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയ ഉള്ളി, അതിൻ്റെ വില നിശ്ചയിക്കുന്നവൻ അവൻ്റെ ലാഭത്തിന് വേണ്ടി വില നിശ്ചയിക്കുമെങ്കിൽ ഇത് രണ്ടും ഇല്ലാതായാലുള്ള അവസ്ഥയാണ്. അതിൻ്റെ തെളിവാണ് ബീഹാറിൽ 2006 ഇത് രണ്ടും ഇല്ലാതായപ്പോൾ സംഭവിച്ചത്. ഈ ബില്ല് കൊണ്ട് മൊത്തത്തിൽ വിലപേശാനുള്ള അവകാശം ദുർബലമാകും. വലിയവനുമായി, കോർപ്പറേറ്റുമായി, റിലയൻസുമായി, അംബാനിയുമായി, ടാറ്റയുമായി, ബിർളയുമായി, കുത്തകകളുമായി, ഈ 5 ഏക്കർ പോലും സ്ഥലമില്ലാത്ത, സംസാരിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത പാട്ടകൃഷി പോലെ അവകാശം നഷ്ടപ്പെടും. നേരത്തെ ഇടത്തട്ടുകാർ എന്ത് ചെയ്യും? ഈ പറഞ്ഞ വിത്ത്, വളം, വേണ്ട പൈസ. കർഷകൻ എന്നും കടക്കണിയിലാണ്. ഈ കടക്കണിയിൽ നിന്ന് അവനെ രക്ഷിക്കാനുള്ള ബാധ്യത, ധാന്യ കലവറയായ അവനെ സംരക്ഷിക്കേണ്ട ബാധ്യതയിൽ നിന്ന് സർക്കാരുകൾ കുതറി മാറി ഓടുമ്പോൾ, വിജയമല്യമാരെയൊക്കെ ബാങ്കൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് നാട് വിട്ടു പോയാലൊക്കെ വലിയ ഗീർവാണമൊക്കെ അടിക്കും. ആരെയാണ് പിടിച്ചിട്ടുള്ളത്? കള്ളപ്പണം വെളുപ്പിക്കൽ. എത്ര കള്ളപ്പണമാണ് പുറത്തു കൊണ്ടുവന്ന് ജനങ്ങളുടെ ബാങ്കിൽ 15,000 രൂപ വീതം ഇട്ടുകൊടുത്തത്? വെറും വീൺ വാക്കുകളാണിത്.
അങ്ങനെ പാട്ടകൃഷി പോലെ ഇങ്ങനെ കൊടുക്കുന്നവൻ്റെ ഭൂമി പിന്നീട് അവൻ പിടിച്ചെടുക്കത്തക്ക രീതിയിൽ ഇവൻ്റെ കടം വർദ്ധിക്കുമെന്നുള്ളതാണ്. ചെറുകിട കർഷകർ അവഗണിക്കപ്പെടും. കരാറിൽ കർഷകർക്കാവില്ല മുൻതൂക്കം. നേരത്തെ പറഞ്ഞ കാര്യമാണ്. കമ്പനികൾക്ക് നിയന്ത്രണമില്ലാതെ ശേഖരിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ 5 പകരം 10 ചാക്ക് ഉള്ളി വന്നുവെങ്കിൽ ഈ 10 ചാക്ക് ഉള്ളി വാങ്ങിച്ച് സൂക്ഷിക്കാൻ കഴിവുള്ള കോൾഡ് സ്റ്റോറേജ് ഉൾപ്പെടെയുള്ള ഫെസിലിറ്റി ഉള്ളവൻ വാങ്ങിച്ച് സൂക്ഷിച്ചുകൊണ്ട് പിന്നീട് ഉള്ളിയുമായി വരുന്നവനോട് പറയും ഇപ്പം ആവശ്യമില്ല. അവന് കൊടുത്തേ പറ്റൂ. അവൻ പറയും ഞാൻ 25 രൂപയ്ക്ക് തരാം. കിട്ടിയാൽ മിച്ചം, നഷ്ടമാണ്, ബാങ്ക്രപ്സിയാണ് ഫലം. ഇനി വില പരിധി നിർണ്ണയിക്കുമെന്നത് നടക്കില്ല എന്നുള്ളതാണ് കാര്യം. കോമ്പറ്റീഷൻ അവിടെ വരികയാണെങ്കിൽ, അതായത് കർഷകനും വൻ കമ്പനിയുമായി മത്സരത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ വിളവെടുപ്പിൻ്റെ കൂടുതലുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പോലും കർഷകരെ കടക്കണിയിലാക്കാനായിട്ട് ഇമ്പോർട്ടിംഗ് എന്നൊരു വജ്രായുധം സർക്കാരിനോട് ചെയ്യിക്കാനുള്ള കഴിവുള്ള കോർപ്പറേറ്റുകൾ. കൃഷിക്കാർക്ക് ഇത് കാരണം കുറഞ്ഞ വിലയെ ലഭിക്കും. കാരണം ഇവിടെ ചങ്ങാത്ത മുതലാളിത്തം വളരെ ഭംഗിയായി വർക്ക് ചെയ്യുമ്പോൾ ലോക ചങ്ങാത്ത മുതലാളിമാർക്ക് മാതൃകയായി, മാസ്റ്ററായി ഇന്ത്യൻ ചങ്ങാത്ത മുതലാളിത്തം നിലനിൽക്കുമ്പോൾ ഇത്തരം എഗ്രിമെൻ്റൊക്കെ കർഷകന് ഗുണം ചെയ്യുമെന്നത് യാതൊരു ഉറപ്പുമില്ല. സർക്കാർ ഈ കാർഷിക സംവിധാനത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വഴിക്കങ്ങ് വിടുക. അങ്ങനെ വിട്ട പല സംഭവങ്ങളുണ്ട്. നമുക്ക് വഴിയെ പരിശോധിക്കാം. വൻ കമ്പനികൾക്ക് ഇവൻ്റെ നിന്ന് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുന്ന ഉള്ളി 10 കിലോ ഉള്ളി എന്ന് വെച്ചോളൂ, 100 രൂപ, ഒരു 10 രൂപ എന്തു വിലയ്ക്ക് വിൽക്കും? ആവശ്യമെന്ന് കണ്ടാൽ 100 രൂപയ്ക്ക് വിൽക്കാൻ മടിക്കില്ല. 1000 രൂപയ്ക്ക് വിൽക്കാൻ പോലും വാങ്ങാൻ ആളുണ്ടെങ്കിൽ മനസാക്ഷി ഇല്ലാത്തവരാണ് കുത്തകകൾ. എന്തിന്? പൊതുഖജനാവിനെ കൊള്ളയടിച്ചുകൊണ്ട് നൽകേണ്ട ടാക്സ് കൊടുക്കാതെ അതിനെതിരെ കേസിന് പോകുന്ന വിദ്വാൻമാരും അതിന്മേൽ അടയിരിക്കുന്നവരുമാണ്. അവരോടാണ് നീതി തേടി ഈ പാവപ്പെട്ട പിച്ചച്ചട്ടിയുമായി പോകും. സർക്കാർ ആനുകൂല്യങ്ങൾ നിർത്തലാക്കും, പിന്മാറുകയില്ലേ? എന്ത് സംഭവിക്കും? ഉൽപാദന ചെലവ് കർഷകന് കൂടും. ഈ നേരത്തെ പറഞ്ഞ 86% വരുന്ന കർഷകൻ ഈ നെറ്റിന് പുറത്താണെങ്കിൽ അവൻ്റെ ഉൽപാദന ചെലവ് കൂടുകയാണെങ്കിൽ കുത്തകയുമായി മത്സരിക്കാൻ അവൻ ആക്കാതെയാവുകയും ആ മാർക്കറ്റ് വിലയിൽ കുറച്ച് വിൽക്കേണ്ടി വരികയും ചെയ്യുന്നതിലൂടെ വീണ്ടും കർഷകൻ പാപ്പരീകരിക്കപ്പെടുകയും 1 മണിക്കൂറിൽ ഒരാൾ എന്നുള്ളത് അരമണിക്കൂറിൽ ഒരാളായി വിജയിക്കും എന്നുള്ളതാണ്. മാഷ് പറയുന്ന മറ്റൊരു കാര്യം, ഇത് രാഷ്ട്രീയക്കാരൊക്കെ ഇളക്കി വിട്ടാണ്, പ്രത്യേകിച്ച് പ്രതിപക്ഷങ്ങൾ. അദ്ദേഹം ഒരു വാക്കും അതിന് ഉപയോഗിക്കും. അങ്ങനെയാണോ? സായിനാഥ് പറയുന്നത് സ്റ്റിറോയിഡ് കഴിച്ച കോൺഗ്രസ് ആണ് BJP. സ്റ്റിറോയിഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉന്മേഷവും ഉത്തേജനവും ശരീരവണ്ണവും ഒക്കെ കൂടും. കോൺഗ്രസ് നടപ്പിലാക്കിയതാണിത്. ഇത് ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ അങ്ങേയറ്റം സുഖമനുഭവിക്കുന്ന BJP അതിൻ്റെ എല്ലാ രീതിയിലും കൂടി നടപ്പിലാക്കാൻ ഇത് ശ്രമിക്കുമ്പോൾ പിന്നെ എല്ലാ പാർട്ടിയും വേണമതവാദഗതിക്കാണ് കോൺഗ്രസിനെ വെച്ചിട്ടാണ്. കോൺഗ്രസ്സൊക്കെ അങ്ങനെ, കോൺഗ്രസ്സാണ് തുടക്കം കുറിച്ചത് ഇതിനൊക്കെ, അതിലൊന്നും സംശയമില്ല. അതൊക്കെ ഒരേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന 2 വ്യത്യസ്ത വിഭാഗങ്ങളാണ്, AB. അതുകൊണ്ട് ഇന്ത്യൻ കർഷകൻ പിന്നെ അവന് ഭീതിയാണ്, ഭയങ്കര പേടിയാണ് കർഷകന്. എന്തുകൊണ്ട് പേടിക്കുന്നു? മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് പേടി വരേണ്ടത്, അല്ലേ? കർഷകനും സർക്കാരും, കർഷകനും മറ്റു കച്ചവടക്കാരും തമ്മിലുള്ള മുൻകാല അനുഭവം വെച്ചുകൊണ്ടാണ് പാമ്പുള്ള സ്ഥലത്തെ പാമ്പുണ്ടെന്ന് പേടിക്കൂ. പാമ്പിനെ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പം ഭീതി ഉണ്ടോ? ഭീതി ഉണ്ടാവണം.
പിന്നെ അവന് ഗുണം വേണ്ട പോലെ. അതാ എനിക്ക് ഗുണം വേണ്ടെന്ന് ഞാനങ്ങ് പറയും. അത്രത്തോളം ഞാൻ വിവേകശൂന്യനാണ്, വിവരമില്ലാത്തവരാണ്. ഇന്നത്തെ മോദി സർക്കാരിൻ്റെ കർഷകരെക്കുറിച്ചുള്ള വിലയിരുത്തിൻ്റെ ഒരു പ്രതിധ്വനിയാണ് നമ്മൾ കേട്ടത്. അവന് ഗുണം വേണ്ട എന്നവൻ പറയും. പിന്നെ APMCയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ മിഡിൽമാൻ ഉണ്ടാകും കർഷകരിൽ നിന്ന് വാങ്ങിക്കാനായിട്ട്. പിന്നെ ടാക്സ് കൊടുക്കേണ്ടി വരും. മിഡിൽമാൻ, കർഷകനും മിഡിൽമാനും ഇല്ലാതെ എന്ത് സംവിധാനമാണ്? ഇപ്പം അദാനി ഗ്രൂപ്പ് കർഷകരിൽ നിന്ന് ഈ ഉള്ളി വാങ്ങിക്കാൻ തയ്യാറായി. അദാനി ഗ്രൂപ്പിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് കോട്ടും സൂട്ടും ടൈയും ഒക്കെ ധരിച്ചുകൊണ്ട് രത്ന സിംഗിൻ്റെ അടുത്ത് ഉള്ളി വാങ്ങിക്കാൻ വരുമോ? അവനൊരു ഏജൻറ്റ് നിയമിക്കും. ഏജൻറ്റ് പോവില്ല. അതിന് വേറെ സംവിധാനങ്ങൾ ഫലപ്രദമായി ആലോചിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഈ സംവിധാനത്തിനകത്താണെങ്കിൽ കോർപ്പറേറ്റ് വന്നാലും കോർപ്പറേറ്റിനൊരു ഏജൻറ്റ് വേണ്ടി വരുമല്ലോ. കോർപ്പറേറ്റ് നേരിട്ട് വരാൻ പറ്റില്ലല്ലോ. അഥവാ നേരിട്ട് വരികയാണെങ്കിൽ വൻകിടക്കാരുമായിട്ട് നേരിട്ട് വ്യാപിച്ചു കിടക്കുന്ന കർഷകരെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ചെന്ന് ബന്ധപ്പെടാൻ ഏജൻറ്റ് കൂടിയേ കഴിയൂ. ഇന്നത്തെ ഏജൻറ്റിൻ്റെ എണ്ണം വർദ്ധിക്കുമെന്നാണ് സായിനാഥ് പറയുന്നത്. അപ്പോൾ APMC ഒഴിവാകും, ടാക്സ് ഒഴിവാകും, എവിടെയും കൊണ്ട് വിൽക്കാം, മിഡിൽമാൻ ഇല്ല. എന്തൊരു സുന്ദര വാഗ്ദാനങ്ങൾ നൽകാൻ 56 ഇഞ്ചിന് യാതൊരു മടിയുമില്ല. 56 സുന്ദര വാഗ്ദാനങ്ങൾ 60 മിനിറ്റിൽ വിളമ്പും. 4 മിനിറ്റ് ശ്വാസം വിടാൻ വേണ്ടിയിട്ട്. പിന്നെ രവിമാഷ് പറയുന്നത് 91 പരിഷ്കാരത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ സടകുട എണീറ്റ് ഇപ്പം എങ്ങനെയുണ്ട്? മധ്യവർഗത്തിൻ്റെയും ഇന്ത്യയുടെയും മൊത്തത്തിൽ മെച്ചപ്പെട്ട നിലയിലേക്ക് നയിച്ച ഒരു പരിഷ്കാരങ്ങൾ തന്നെ 91. അതിലൊന്നും തർക്കമില്ല. എന്തായിരുന്നു അത്? അതായത് സർക്കാരിൻ്റെ പിടിയിൽ നിന്ന് പല മേഖലയിലും മോചിപ്പിച്ചുകൊണ്ട് പ്രൈവറ്റൈസേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കാർഷിക മേഖലയോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് മേഖല ഇന്നും കർഷകരാണ്. പ്രൈവറ്റായിട്ട് നടത്തുന്നതാണ്. അവിടെ കോർപ്പറേറ്റിസമാണ് വേണ്ടത്, കുത്തകവൽക്കരണമാണ്, അല്ലാതെ പ്രൈവറ്റൈസേഷൻ അല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇനി 91 ഇതിൻ്റെ ഉത്കൃഷ്ടത നമ്മൾ അങ്ങേയറ്റം അഭിമാനപൂർവ്വം 3G 4G 5G ഒക്കെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പറയുമ്പോൾ ആരോഗ്യ മേഖല അത് നേരിടുന്ന പ്രതിസന്ധി, വരുമാനക്കുറവുള്ള ഇന്ത്യയിലെ ദരിദ്ര നാരായണന്മാരിൽപ്പെട്ട ഒരുത്തൻ ഏത് 5 സ്റ്റാർ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ പോകാൻ കഴിവുണ്ട്? അവൻ പടിക്ക് പുറത്താണ്. അവനെ കൂടെ സംരക്ഷിക്കേണ്ടതല്ലേ ജനാധിപത്യം? അതല്ലേ ഇതിൻ്റെ പേര്. ഇല്ലാത്ത ആവശ്യമില്ലാത്ത ഒരു പേരിട്ട് നൽകിയില്ലേ ഓമനത്വം തുളുമ്പുന്ന പേരിൽ നമ്മൾ ഇവരെ ചൂഷണം ചെയ്യുന്നത്. ജനാധിപത്യം. അപ്പം ആരോഗ്യ മേഖലയിൽ ഉള്ളവന് തന്നെ ഇടത്തട്ടുകാരൻ്റെ പാക്കറ്റ് ചോർന്നു പോകുന്ന, ഇന്ന് ഭീതിതമായി ഓരോ മനുഷ്യനെയും ഇൻഷുറൻസ് മേഖലയുമായി അടുപ്പിക്കുന്ന, ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി പേടി സ്വപ്നമായി നിൽക്കുന്നതാണ് ആരോഗ്യ മേഖലയിലെ സ്വകാര്യവൽക്കരണമെങ്കിൽ സ്വകാര്യവൽക്കരണത്തെ അനുകൂലിക്കുന്നവർക്ക് വരെ നിയന്ത്രണങ്ങൾ ചില ഭാഗത്തേക്ക് വേണ്ടി വരുമെന്ന് വാദിക്കുന്നതിന് കാരണമാണ്. പാൻഡമിക് ഉണ്ടായി, സ്വകാര്യ ആശുപത്രികൾ രംഗത്ത് വന്നു, ജനങ്ങളെ സേവിച്ച് കൊല്ലാക്കൊലയ്ക്ക് കൊടുക്കാനായിട്ട്, കോവിഡിൽ നിന്ന് രക്ഷിക്കാൻ അനങ്ങിയില്ല. അവർ ടെസ്റ്റിന് 6500 രൂപയാണ് നിശ്ചയിച്ചത്. 2500 രൂപ ചിലവുള്ള സ്ഥാനത്താണ്. നിയന്ത്രണം വേണ്ടി വരില്ലേ? നിയന്ത്രണങ്ങൾ വേണ്ടി വരും. നിയന്ത്രണത്തോടു കൂടിയുള്ള, ഇൻ്റർവെൻഷനോട് കൂടിയിട്ടുള്ള സ്വകാര്യവൽക്കരണമാണ് മെച്ചമെന്നുള്ളതാണ്. കോവിഡ് വന്നപ്പോഴത്തേക്കും നമ്മുടെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരുകൾ പ്രൈവറ്റ് കമ്പനിയോട്, പ്രൈവറ്റ് ആരോഗ്യ മേഖല യാചിക്കുകയായിരുന്നു, പകുതി ബെഡ് ഒഴിവാക്കി തരൂ. ചങ്കൂറ്റമുള്ള പല വിദേശ സർക്കാർ പ്രൈവറ്റ് ചെയ്തു, നാഷണലൈസ് ചെയ്തു. ഇപ്പം നാഷണലൈസ് ചെയ്യേണ്ടി വരുമ്പോൾ നാഷണലൈസ് ചെയ്യേണ്ടി വരും.
ഒറ്റമൂലി പരിഹാരം ഒന്നിനുമില്ലല്ലോ. ഇനി വിദ്യാഭ്യാസ മേഖല എടുത്തു നോക്കുക. സായിനാഥ് പറയുന്നൊരു വാക്കുണ്ട്, പബ്ലിക് സ്കൂളും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും ഈ രംഗത്തെ APMCകളാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനമാണ്. വളരെ ശരിയായി തോന്നുന്ന ഒന്നാണ് എനിക്ക്. അതുമായി പഠിച്ചപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി ഞാനിത് കൊത്തിയിരുന്ന് പഠിക്കുകയാണ്. ഇനി വിദ്യാഭ്യാസ മേഖല എടുത്ത് നോക്കുകയാണെങ്കിലോ, ഇന്ന് മധ്യവർഗ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ അധ്വാനത്തിൻ്റെ നല്ലൊരു വിഭാഗം പണം മാറ്റിവെക്കേണ്ട ഗതികേടിലാണ്. ഞാനൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ പേരമക്കളെ പഠിപ്പിക്കാനായിട്ട് അതൊന്നും പോരാ, അങ്ങനെ മാറി. പക്ഷേ ഇത് സാധിക്കാത്ത കുട്ടികൾ അവിടെ പോവും. അവിടെ സർക്കാർ സ്കൂൾ ഉണ്ടായേ മതിയാവൂ. സർക്കാർ സ്കൂളിനെ സംരക്ഷിച്ച് ഇന്ത്യ ഇന്നും വികസിക്കുന്ന രാജ്യമാണല്ലേ, വികസിച്ചുകൊണ്ടേയിരിക്കുകയുള്ളൂ, വികസിച്ച് തീരില്ല. ഈ ഭരണമൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങ് വികസിച്ച് തീർന്നു കളയാമെന്നൊക്കെ വ്യാമോഹം ആർക്കും വേണ്ട. ഇങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കും. ആര് വികസിക്കുന്നു മറ്റൊരു കാര്യം. വിദ്യാഭ്യാസ മേഖലയും ഇന്ന് അപ്രാപ്യമായി കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരന്. ബഹുഭൂരിപക്ഷം വരുന്ന ഈ പറഞ്ഞ 5 ഏക്കറിൽ താഴെ കൃഷി ചെയ്ത് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന കർഷകൻ്റെ കുട്ടിയെ എവിടെ കൊണ്ട് ചേർക്കും അവൻ? ഇനി 3ാമത്തെ ബില്ലാണ് പൂഴ്ത്തിവയ്പ്പിനെതിരെയുള്ള അമെൻമെൻറ്റ് ടു ദ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. ആരാ ഈ പൂഴ്ത്തിവെക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ 1 ചാക്ക് ഉള്ളിയുമായി പൂഴ്ത്തിവെക്കും. അവൻ എപ്പോൾ വിറ്റ് തീർക്കാൻ ഒക്കുമെന്നോ? കാര്യം അരി വാങ്ങിക്കാനുണ്ട്. കുറഞ്ഞ വിലയ്ക്കാണെങ്കിൽ വിറ്റ് കളയും. അതാണ് ബീഹാറിൽ കണ്ടത്. പൂഴ്ത്തിവെക്കുന്നതൊക്കെ വൻകിടക്കാരാണ്. ഇത് വന്നാൽ പൂഴ്ത്തിവയ്പ്പ് മാറുമെന്നാണ് സർക്കാർ. പൂന്തു വിളയാടും അവർ, തമിഴിൽ പറഞ്ഞത് പൂന്തു വിളയാടും. അമിത ഉൽപാദനം വരികയാണോ? അമിത ഉൽപാദനം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വാങ്ങിച്ച് ശേഖരിച്ച് ഡംപ് ചെയ്തുകൊണ്ട് പൂഴ്ത്തിവയ്പ്പിൻ്റെ വിശാല കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ. ഇനി ഈ എസെൻഷ്യൽ കമ്മോഡിറ്റി ടാക്സ് എന്തിനാണ്? ഇപ്പോൾ ഉള്ളിക്ക് ക്ഷാമം വരുന്നു, അപ്പോൾ ഉള്ളിയെ വില നിയന്ത്രണത്തിന് ഉൾപ്പെടുത്തും. പൂഴ്ത്തിവയ്പ്പ് പാടില്ല എന്ന് പറയും. നല്ല കാര്യമാണ്. ഇതാണ് എടുത്തു കളയുന്നത്. ഇനി ആർക്കും യഥേഷ്ടം എന്തു വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും പൂഴ്ത്തി വെച്ചോളാം. നിയന്ത്രണങ്ങളില്ല. ഈ നിയന്ത്രണങ്ങൾ എന്തിനാണ്? എടുത്തു കളഞ്ഞാലുള്ള ഗുണം എന്താണ്? ഇനി നിയന്ത്രണം ഉണ്ട്. എങ്ങനെ? ഇത് യുദ്ധമോ ക്ഷാമമോ അമിത വിലയോ ഉണ്ടാകുമ്പോൾ നിയന്ത്രണം ഉണ്ടാകും. അതായത് ഈ ഉള്ളി, സവാള, തക്കാളി എന്നതിനൊക്കെ 100% വില വർധന വരുമ്പോൾ 50% വില വർധന വരുകയാണെങ്കിൽ നിയന്ത്രണം കൊണ്ടുവരും. പയർ ഉൾപ്പെടെയുള്ള മറ്റേ പൾസസിനൊക്കെ 100% വില വർധന വരികയാണെങ്കിൽ അപ്പോൾ നിയന്ത്രണം കൊണ്ടുവരും. കുത്തക ആരാ മോൻ? അവനെന്ത് ചെയ്യും? ഈ 50% വില വരുമ്പോൾ ഈ 50% വില വരാതിരിക്കാൻ നോക്കും. 49.99% കൊണ്ട് നിർത്തും. മത്സരം അതെവിടെയാണ് ഉള്ളത്? ഇന്ത്യൻ കുത്തക രംഗത്ത് കുത്തകവൽക്കരണത്തിൻ്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണങ്ങളാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്ത്യ 2 ഗുജറാത്തികൾക്ക് തീർന്നെഴുതിപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം എന്ന് പറയേണ്ടി വരും. അദാനിക്കും അംബാനിക്കും. ഇടത്തട്ടുകാരെ ഒഴിവാക്കാമെന്ന് പറയുന്നതൊക്കെ വേമ്പൊടിക്ക് ആളുകളെ അമിത ഉൽപാദനം വില കുറയ്ക്കുമെന്നാണ് പറയുന്നത്. മാഷ് പറയുന്ന അമിത ഉൽപാദനം വില കുറയ്ക്കും. ആക്ട് വന്നാലോ അപ്പോഴും അമിത ഉൽപാദനം വില കുറയ്ക്കില്ല, വില കൂട്ടും. എങ്ങനെ? അമിത ഉൽപാദനം വന്നാണെങ്കിൽ ഹോഡിയും വാങ്ങിച്ച് സൂക്ഷിച്ചിട്ട് കർഷകൻ കൊണ്ടുവരും. 10 ചാക്ക് ഉള്ളി വന്നു കഴിഞ്ഞാൽ അടുത്ത 11 ചാക്കിന് വിലക്കുറവാണ്. കർഷകനെന്നും അവൻ്റെ കഞ്ഞി കുമ്പിളിൽ തന്നെയാണ്. ഇടത്തട്ടുകാരൻ പണം നൽകി അവനെ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കമ്പനി ഇത് ചെയ്യില്ലേ? കുത്തക ഇത് ചെയ്യില്ലേ? സ്വകാര്യ വ്യക്തി അവിടെ ചെയ്തുവെങ്കിൽ അതിന് ആ സ്ഥാനത്ത് ടാറ്റയും ബിർളയും അംബാനിയും അദാനിയും ഒക്കെ വന്ന് ചെയ്യില്ല എന്നെന്താണ് ഉറപ്പ്? നേരത്തെ പറഞ്ഞതുപോലെ അവർക്കൊക്കെ താല്പര്യം സ്വന്തം ലാഭത്തിലും കീശയിലുമാണെങ്കിൽ ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ട് ഭരണത്തിൽ വന്ന ഒരു ഭരണ സംവിധാനത്തിന് ഏത് ജനതയാണ് ബാധ്യതയുള്ളത്? ഇനി
ട്രാൻസ്പോർട്ട് കോസ്റ്റിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് അത് വഹിക്കേണ്ടതില്ല, ട്രാൻസ്പോർട്ട് കോസ്റ്റ് വഹിക്കേണ്ടതില്ല. ഈ കരാർ പറയുന്ന ഒരു കാര്യമാണ്. ആർക്കാ വഹിക്കേണ്ടതില്ല? അത് വൻകിടക്കാർക്ക് വഹിക്കേണ്ടതില്ല ട്രാൻസ്പോർട്ട് കോസ്റ്റ്. അതായത് വെങ്ങാനൂരിലെ ഒരു കുഗ്രാമത്തിൻ്റെ ഒരു ഭാഗത്ത് താമസിക്കുന്ന ഒരാൾ ഉള്ളി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അതിൽ ചാലയിൽ കൊണ്ടുവരാനായിട്ട് എങ്ങനെ സാധിക്കുക? ആരുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ അയാൾ വണ്ടി അയച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ അവൻ തന്നെ കൊണ്ടുവരണം. അപ്പോൾ ട്രാൻസ്പോർട്ട് കോസ്റ്റ് വഹിക്കേണ്ടി വരില്ല എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാകും. അതായത് മാഷ് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അതായത് ഇന്ത്യയിലെ കർഷകൻ അവൻ്റെ മൊബൈൽ ഫോണിൽ കുത്തി 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 ഉള്ളി വിൽക്കുന്നത്. എത്ര മോഹന സുന്ദര സ്വപ്നവും നോക്കിയേ. അതായത് ഇന്ത്യയിലെ സൈബർ കേന്ദ്രമെന്ന് പറയുന്ന കർണാടകയിൽ ആകെ 2% വീടുകളിലാണ് കമ്പ്യൂട്ടറുള്ളത്. യു പിയിൽ ചെല്ലുമ്പോൾ 1%. ഇന്ന് പല അന്യസംസ്ഥാനത്തെയും തൊഴിലാളികൾ ജോലി തേടി മറ്റു സംസ്ഥാനങ്ങളിൽ പോകുന്നില്ല. കാരണം എന്തെന്നറിയാമോ? അവരുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഇവൻ്റെ കയ്യിൽ ലോണിട്ട് വാങ്ങിച്ച ഒരു ഫോണുണ്ട്, അത് കൊടുത്തേ പറ്റൂ, കുട്ടിയെ പഠിപ്പിക്കണ്ടേ. ആ അവസ്ഥയിലുള്ളവനോട് പറയുകയാണ്, നീ ഫോണിൽ കുത്തി ഒരു ചാക്ക് ഉള്ളി വിറ്റോളൂ. പിന്നെ മറ്റൊരു വാഗ്ദാനം, മണ്ടി സർക്കാർ ഇല്ലാതാവില്ല. സർക്കാർ വാഗ്ദാനം നൽകുന്നു. സർക്കാരിൻ്റെ വാഗ്ദാനം നമുക്ക് ഇപ്പം തന്നെ പരിശോധിക്കാം. ഇനി MSP ഇല്ലാതാവില്ല, മിനിമം സപ്പോർട്ട് പ്രൈസ് നിലനിൽക്കും എന്നാണ്. ബില്ലിൽ അങ്ങനെയുണ്ടോ? ബില്ലിൽ എവിടെയുമില്ല MSP നിലനിർത്തും. ഒറ്റ അക്ഷരം കമാന്ന് മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് കുത്തകവൽക്കരണത്തിൻ്റെയും കുത്തക താല്പര്യത്തെയും സംരക്ഷിക്കാൻ നിയമമെന്ന് തന്നെ അറുത്തു മുറിച്ച് പറയേണ്ടി വരും. APMC ആൻഡ് MSP വിൽ കണ്ടിന്യൂ. ആരാ പറഞ്ഞത്? ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി രാജ്നാഥ് സിംഗ്, ഈ വിദ്വാൻ പണ്ടൊരു കാര്യം പറഞ്ഞു, എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. നമ്മൾ ഈ വേദിക് വിമാനത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഇവരിങ്ങനെ ശാസ്ത്രവുമായി ബന്ധിപ്പിച്ച് കുറേ കാര്യം പറയുമല്ലോ. അദ്ദേഹം പറഞ്ഞത് 1929 ഹൈസൻബർഗ് ഇന്ത്യയിൽ വന്ന് ടാഗോറുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉണ്ടാക്കി ചമച്ചെടുത്തത്. ഇന്ത്യയുടെ എന്താ പറയുക, ധ്യാന അറിവിൽ നിന്നുള്ള പങ്കാണ് ഹൈസൻബർഗിന് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ രൂപീകരിക്കാൻ വളം വെച്ചു കൊടുത്തു. പക്ഷേ 29 ഇന്ത്യയിൽ ഹൈസൻബർഗ് വന്നു. ടാഗോറിനെ കണ്ടിരിക്കാം. പക്ഷേ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് രൂപം നൽകിയത് 1927. അങ്ങനെ ഒരു വമ്പൻ കള്ളം ഇന്ത്യൻ ജനതയോട് വിളിച്ചു പറഞ്ഞ മഹാനാണ് ഇവിടെ പറയുന്നത്. APMC പോവില്ല, MSP പോവില്ല, വിശ്വസിച്ചോളൂ. വിശ്വസിക്കണോ? വിശ്വസിക്കണമെന്ന് പറയണമെങ്കിൽ, ഇനി ഇതൊക്കെ വേണമെങ്കിൽ MSP പോവില്ലെങ്കിൽ വേണമെങ്കിൽ എഴുതി കൊടുക്കാം. എന്തേ നീ നേരത്തെ എഴുതി ചേർക്കാത്തത്? നീ എഴുതി ചേർക്കാത്തതിൽ നിന്ന് അത് ഉദ്ദേശമില്ല എന്നല്ലേ ഇതിൻ്റെ കണക്ക്. MSP താനേ ഇല്ലാതാകുമെന്നാണ് മാഷ് പറയുന്നത്. എന്നാലും കർഷകർ സമ്മതിക്കില്ല. അതായത് ഈ സംവിധാനങ്ങൾ വരികയാണെങ്കിൽ MSPയുടെ ആവശ്യം വരില്ല. ഇപ്പം നേരത്തെ പറഞ്ഞതോ, MSP വേണമെങ്കിൽ എഴുതി കൊടുക്കാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പരസ്പര വിരുദ്ധങ്ങളായ അഭിപ്രായങ്ങൾ വിഷയത്തെ പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പഠിച്ചിട്ട് തന്നെ മനഃപൂർവ്വമോ പറയുമ്പോഴുണ്ടാകുന്ന പിശകുകളാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാനും ഇതൊക്കെ എടുത്തു പറയാനുള്ള കഴിവും വിവേകവും അറിവുമുള്ള ആളല്ല ഞാൻ. ഇത് പറയാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് FCIയുടെ മൊണോപ്പൊളി ഇത് കാരണം. ആരാ സംരക്ഷിക്കേണ്ടത്? പ്രൊക്യൂർമെൻറ്റ് ഏജൻറ്റ് ആരാ? FCI ഗോഡൗണിലാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. XPI ഇല്ല. FCI ഒരുപാട് പോരാ. സർക്കാർ സംവിധാനമാകുമ്പോൾ സർക്കാർ ആശുപത്രിയിൽ പട്ടി കയറി കിടക്കും. അവിടെ ആവശ്യത്തിന് ഗ്യാസ് സിലിണ്ടർ, മറ്റേ ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാവില്ല. പക്ഷേ കൂലിത്തൊഴിലാളി പട്ടിയോട് കൂടെ കിടക്കാൻ നിർവാഹമില്ലാതെ അവിടെ പോകാൻ നിർബന്ധിതനാകുന്ന ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നീ അവിടെ പോകണ്ട എന്ന് പറഞ്ഞാലോ? അവിടെ അത് വേണം. പട്ടി കിടന്നാലും ശരി,
അതിനോടൊപ്പം കിടക്കേണ്ട ഒരു ഗതികേടിലാണ് ഇന്ത്യൻ പൗരൻ. ഭരിക്കുന്നവർക്ക് ആ താല്പര്യമില്ല. പ്രൈവറ്റൈസേഷൻ എന്നുള്ളത് കൊട്ടിഘോഷിക്കപ്പെടുകയാണെങ്കിൽ ഇത്തരം മേഖലയിൽ ഉണ്ടാകുന്ന പരിവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അത് പരിവർത്തനം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ആരെയൊക്കെയാണ് സംരക്ഷിച്ചു നിർത്തുന്നത്? അപ്പം MSP FCIയുടെ മോണോപ്പൊളി തകരും. കേരളത്തിലൊരു PDS സമ്പ്രദായമുണ്ട്. പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം വഴി അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് ഈ FCI പ്രിക്യൂർ ചെയ്യുന്ന നെല്ലും ഗോതമ്പും ഉപയോഗിച്ചുകൊണ്ട്. അതില്ലാതായാലോ? PDS തകരും. PDS തകർന്നാലോ? നേരത്തെ പറഞ്ഞതുപോലെ MSP തകർന്നു കഴിഞ്ഞാൽ ബീഹാറിൽ വില വർദ്ധിച്ചതുപോലെ കർഷകന് വില കുറയുകയും ഉപഭോക്താവിന് വില കൂടുകയും ചെയ്യുന്നത് പോലെ ഇന്ത്യയിലെയും കേരളത്തിലെയും അരി വില വർധനവായിരിക്കും ഈ ബില്ല് നടപ്പിലാക്കിയാൽ. ഇനി 35 രൂപയ്ക്ക് അരി വാങ്ങിക്കുന്നവൻ 35 രൂപയിൽ പ്രയാസപ്പെടണമെങ്കിൽ അവൻ്റെ വരുമാനം 3.5 ലക്ഷം ആയാൽ പ്രശ്നമൊന്നുമില്ല. 35,000 ആകുകയാണെങ്കിലോ? ഇനി 3,500 3,500 കരയും, 35,000 കരയാണ്ട് സന്തോഷിക്കാതിരിക്കും, 3,50,000 കുഴപ്പമില്ല എന്ന് പറയും. ഇനി കർഷകന് സമരം ചെയ്യാൻ കഴിവുണ്ട്, അതുകൊണ്ട് കുത്തകകളുമായി വിലപേശാനും കഴിവുണ്ട്. എത്ര മഹാ കണ്ടുപിടുത്തമാണ്! അതായത് ഒരു ചാക്ക് ഉള്ളി കർഷകൻ അവൻ്റെ കഞ്ഞിയിൽ പാറ്റ വീഴുന്നു എന്ന് കണ്ടുകൊണ്ട് അതിനെതിരായിട്ട് രംഗത്ത് വരുമ്പോൾ അവൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് അവൻ അദാനിയുടെ ടൈ കെട്ടിയ ഇംഗ്ലീഷ് അറിയാവുന്ന ഷൂട്ടും കോട്ടും ധരിച്ച് വന്ന് നിൽക്കുന്ന അവനോ അവൻ്റെ ഏജൻറ്റോ ഇവരുമായി വിലപേശാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരെ പാർട്ടികൾ ഇളക്കി വിട്ടു എന്നൊക്കെയാണ് മാഷ് വിലപിക്കുന്നത്. മാഷേ, ജീവിത അനുഭവം, ഇതുവരെ ഉണ്ടായ നിലപാടുകൾ, നൽകിയ വാഗ്ദാനങ്ങളുടെ ലംഘനങ്ങൾ, ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ ഈ സമരരംഗത്തേക്ക് താനേ വന്നതാണ്. 500-ൽ പരം കർഷക സംഘങ്ങൾ, ഏകദേശം 3 ലക്ഷം വരെയുള്ള ആളുകൾ, 100 കണക്കിന് ട്രാക്ടറുകൾ കൊടും തണുപ്പിൽ കുത്തി ഇളക്കപ്പെട്ടു വന്നതെന്ന് പറയണമെങ്കിൽ അപാര പാണ്ഡിത്യവും അതിലുപരി എന്തൊക്കെയോ വേണ്ടിവരും. ഇനി ഈ വാഗ്ദാനം നൽകുന്ന ഒരു വാഗ്ദാനത്തെ മാഷ് ഒരു സ്ലൈഡ് ഇട്ട് തന്നെ കാണിക്കുന്നുണ്ട്. PM മോഡി ലാഞ്ചസ് 10,000 ഫാർമർ പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ മൂവ് ടു ടേൺ ഫാർമേഴ്സ് ഇൻ ടു ബിസിനസ്. കർഷകരെ വ്യാപാരിയാക്കി മാറ്റാൻ വേണ്ടി 10,000 ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ FPO. എത്ര സുന്ദരമായ വാഗ്ദാനമാണ്! ഈ വാഗ്ദാനങ്ങളൊക്കെ വീണാണ് പലരും ഇതിനെയൊക്കെ പൊക്കിയൊക്കെ പറഞ്ഞ് കയ്യടി വാങ്ങിയത്. ആരാ ഈ വിദ്വാൻ, ഈ പറയുന്ന വിദ്വാൻ? ചെറുതായി ഒന്ന് പരിശോധിക്കാം, നിർത്താം നമുക്കിപ്പോൾ. ഡിമോണറ്റൈസേഷൻ വന്നപ്പോൾ 80% കറൻസി നോട്ട്സിനെയും പിൻവലിച്ച് ഞാൻ ഇപ്പം കള്ളപ്പണം പിടിച്ച് എല്ലാവരെയും പിടിച്ച് അകത്താക്കി. ഇപ്പം കാണിച്ചു തരാൻ വേല, ടെററിസം ഇപ്പം നിർത്തിത്തരാം. എന്നിട്ട് എന്തുണ്ടായി? ഡിവാസ്റ്റിംഗ് ഡിസാസ്റ്റർസ് ഇൻ ഇന്ത്യ. പറയപ്പെടാനൊക്കാത്ത ദുരിതത്തിലേക്ക് ഇന്ത്യയിലെ ജനങ്ങളെ തള്ളിവിട്ട് ആത്മഹത്യയിലേക്ക് നയിച്ചതാണ്. 2 കോടി ആളുകൾക്ക് ഒരു ചുരുങ്ങിയ കാലയളവിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ ഒരു വാഗ്ദാനം നമ്മളുടെ മുമ്പിലുണ്ട്. വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ്. പെട്രോൾ 50 രൂപയ്ക്ക് നൽകാം, ഗ്യാസിന് വില കുറയ്ക്കാം. BJPക്കാരൊക്കെ കാളവണ്ടിയിൽ കയറിയൊക്കെ സ്കൂട്ടറൊക്കെ ഉരുട്ടിയതൊക്കെ നമ്മൾ ട്രോള് കാണാറുണ്ടല്ലോ. സുരേന്ദ്രൻ പറഞ്ഞു ഏഷ്യാനെറ്റിൽ, 50 രൂപയ്ക്ക് പെട്രോൾ തന്നില്ലെങ്കിൽ അപ്പം എന്നോട് ചോദിക്കൂ. എവിടെ സുരേന്ദ്രൻ? സുരേന്ദ്രൻ്റെ 56 ഇഞ്ച് എവിടെ? ഇതൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് 2014 ഇലക്ഷനിൽ മോഡി കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഈ MSP, അതായത് ഞാൻ അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ MSP എന്നല്ല
സ്വാമിനാഥൻ കമ്മീഷൻ 2006 MS സ്വാമിനാഥൻ കമ്മീഷൻ പറയുന്ന MSPയിൽ നിന്ന് അധികം 50% നിങ്ങൾക്ക് തരും. അധികാരത്തിൽ വന്നു, കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു. സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞ് ഇത് നടപ്പിലാക്കാൻ സാധിക്കില്ല. 1 മാസം കഴിഞ്ഞ് വീണ്ടും ഒരു മന്ത്രി പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ വിദ്വാനെ വേണം കർഷകർ വിശ്വസിച്ചുകൊണ്ട് 14,000 ഓർഗനൈസേഷൻസ്, അവരൊക്കെ എവിടെയാണ് സമരരംഗത്തുള്ളത്? അവരെ കേൾക്കാനുള്ളല്ലോ. പ്രധാനമന്ത്രി കൃഷി സിഞ്ചൈ യോജന PMKSY 2015 ലോഞ്ച് ചെയ്തു. എന്താ ഉദ്ദേശം എന്നറിയാവോ? വെള്ളമില്ലാത്ത കൃഷി, അല്ലെങ്കിൽ വെള്ളത്തിന് ക്ഷാമമില്ലാത്ത കൃഷി. പറയുമ്പോൾ ഒരു മയത്തിലല്ല തള്ളുന്നത്. തള്ളിയ ഒന്നൊന്നര തള്ളാണ്, അവസാനത്തെ തള്ളായിരിക്കും. നടക്കില്ല. നടപ്പിലാക്കാൻ വേണ്ടി പറയുന്നതല്ല, പറ്റിക്കലാണ് ഉദ്ദേശം. പറ്റിക്കപ്പെടാൻ ഞാൻ തയ്യാറായി നിൽക്കുമ്പോൾ പറ്റിക്കാൻ ആളുണ്ടാവും. ഇന്ത്യയിലെ ജനമല്ലേ. പെട്രോളിൻ്റെ വില, എന്താ പറയുക, വില നിയന്ത്രണം സർക്കാരിൻ്റെ. കൂടുമ്പോൾ കൂട്ടും, കുറയ്ക്കുമ്പോൾ കുറയ്ക്കും. കൂടുമ്പോൾ കൂട്ടും, കുറയ്ക്കുമ്പോൾ കുറയില്ല. കുറയാതെ കൂട്ടി നിർത്തിയത് കൂടുമ്പോൾ വീണ്ടും കൂടും. എത്ര നല്ല അരിത്തമാറ്റിക്കാൻ നോക്കും. ഇതൊക്കെ ഭയങ്കര ബുദ്ധി വേണം കേട്ടോ. ഇതൊക്കെ ന്യായീകരിക്കാനുള്ള വ്യഗ്രത കാണുമ്പോഴേ, ഗ്യാസിന് വില കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ, സബ്സിഡി ബാങ്കിൽ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു. ഇപ്പൊ സബ്സിഡിയും ഇല്ല, ഒന്നുമില്ല, ബാങ്കിൽ എവിടെയും ആർക്കും വന്നതില്ല. ഇതൊക്കെയാണ് സർക്കാരിൻ്റെ വാഗ്ദാനമെങ്കിൽ ഈ വാഗ്ദാനത്തേക്ക് വിശ്വസിച്ചു കൊണ്ടൊരുത്തൻ ഈ 1 ചാക്ക് ഉള്ളി കൃഷി ചെയ്ത 5 ഏക്കറിൽ താഴെയുള്ള ജലത്തിന് ക്ഷാമം, മഴയ്ക്ക് ക്ഷാമം, വിത്തില്ല, വളമില്ല, വെള്ളപ്പൊക്കമുണ്ടാകാം, വരൾച്ചയുണ്ടാകാം, കൃഷിനാശമുണ്ടാകാം. അങ്ങനെ പലതരം വിരിഞ്ഞു മുറികൾക്കിടയിൽ കിടന്ന് നട്ടം തിരിഞ്ഞ് നിർഗതിയില്ലാതെ 1 മണിക്കൂറിൽ ഒരാളെന്ന നിലയ്ക്കാണ് ആത്മഹത്യ ചെയ്യുന്ന കർഷകരോട് നൽകിയ ഇത്തരം വാഗ്ദാനങ്ങൾ, ജനതയുടെ മുമ്പിൽ നൽകിയ വാഗ്ദാനങ്ങളൊക്കെ എവിടെയാണ്, ആരാണ് വിശ്വസിക്കേണ്ടത്? ജനം വിശ്വസിക്കുന്നു, അത് മറ്റൊരു കാര്യം. വിശ്വസിക്കണമെന്ന് പറയാൻ നമ്മൾ സ്ലൈഡ് എഴുതി കാണിക്കണം. അങ്ങനെ സ്ലൈഡ് എഴുതി കാണിക്കാൻ പാകത്തിൽ മണ്ടന്മാരാണോ നമ്മൾ? അല്ല. അങ്ങനെ ഒരു വിശ്വാസം എനിക്കിപ്പോൾ ഇല്ല. ഇനി ഈ മത്സരം വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരുപാടൊക്കെ പൂഴ്ത്തി വെച്ചു, മത്സരം വരികയാണെങ്കിൽ മത്സരം വില കൂട്ടാൻ അനുവദിക്കില്ല എന്നാണ് ഇക്കണോമിക്സ് തന്ത്രം പറഞ്ഞുകൊണ്ട് രവിമാഷ് പറയുന്നത്. മത്സരം വരണം, വില കുറയും. പക്ഷേ മത്സരം കുത്തകവൽക്കരണത്തിന് വഴിമാറിയാലോ? ഒരു രംഗത്ത് ഒരാൾ, ഇപ്പം എയർപോർട്ടിൽ അദാനി മാത്രമാണ്, പേരിനൊരു അംബാനിക്ക് എവിടെയെങ്കിലും ഒന്ന് കൊടുക്കും. ഇവിടെ കുത്തകവൽക്കരണം വന്നു കഴിഞ്ഞാൽ അവൻ പറയുന്നതാണ് നിയമം, അവൻ വെക്കുന്നതാണ് വില. അപ്പോൾ മത്സരം വില കൂട്ടുമോ കുറയ്ക്കുമോ? കുറയ്ക്കേണ്ടതാണ്. നമ്മൾ പെട്രോളിൻ്റെ പോലെ അത് കുറയില്ല. കുറയുമ്പോൾ കുറയാതിരിക്കുകയും കൂടുമ്പോൾ വീണ്ടും കൂടുകയും ചെയ്യുന്ന ആ മാന്ത്രിക വിദ്യയിലേക്ക് ഇന്ത്യ ചലിക്കും എന്നുള്ളതാണ്. 80% ചെറുകിട കർഷകർ, 86% ചെറുകിട കർഷകൻ സാറ് തന്നെ സമ്മതിക്കുന്നുണ്ട്, വർത്തമാനത്തിനിടയിൽ പറയുന്നുണ്ട്. അതുപോലെ 60% MSP എന്തെന്ന് പോലും അറിയുന്നില്ല. ഒരു കറക്റ്റായിട്ടുള്ള വിശകലനമാണ്, കുറ്റം പറയാനുള്ള. പക്ഷേ ഈ അറിയാത്തവന്, അതായത് തനിക്ക് കിട്ടുന്ന സൗജന്യത്തെ അറിയാത്ത കർഷകനോടാണ് സാറ് പറയുന്നത് മൊബൈൽ ഫോണിൽ കുത്തി ഉള്ളി വിൽക്കൂ. ഇത് കർഷകൻ്റെ മോചന മാർഗമെന്നാണ് അവന് മനസ്സിലാകാത്ത ഭാഷയിൽ, അവന് മനസ്സിലാക്കാനൊക്കാത്ത രീതിയിൽ സാറ് പറയുന്നത്. സാറേ, അങ്ങനെയാണോ സാറേ? കർഷകൻ്റെ മോചന മാർഗമാണോ ഇത്? ഒന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ മണ്ടയ്ക്കകത്ത് കയറുന്നില്ല. ഞങ്ങളുടെ മണ്ടയൊക്കെ കുറഞ്ഞ മണ്ടകളാണ്. അങ്ങനെ ആയിക്കോട്ടെ. സാറ് മറ്റൊരു നല്ല കാര്യം പറയുന്നുണ്ട്, ശരിക്കുള്ളൊരു കാര്യം പറയുന്നുണ്ട്.
നടത്തിപ്പിൽ തെറ്റായി പോകാനാണ് സാധ്യത. എത്ര, അതായത് ഈ പറഞ്ഞു വന്ന് നമ്മൾ കേക്കിന് മുകളിൽ ഇത് വെക്കില്ലേ, വെള്ള, എൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, ഐസിങ്, അതാണ്. അകത്ത് കറുപ്പായതുകൊണ്ട് മുകളിൽ പഞ്ചസാരയിട്ടൊരു ഐസിങ്, അതാണ് ഈ ഐസിങ് ആണത്. ഈ സർക്കാരിൻ്റെ വോട്ട് ഇത് നടപ്പിലാക്കാൻ എവിടെയും തെറ്റിയ പദ്ധതികളെ ഇന്ത്യൻ സർക്കാരുകൾ വിഭാവനം ചെയ്യുകയുള്ളൂ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കോർപ്പറേറ്റ് താല്പര്യങ്ങളാണ്, ചങ്ങാത്ത മുതലാളിത്തമാണ്, കർഷകരോടോ ജനതയോടോ യാതൊരു സ്നേഹവുമില്ലാത്ത 500 ചില്ലുവാനം ആളുകളാണ് പുതിയ മന്ദിരമൊക്കെ ചെയ്ത് AC ഒക്കെ ഫിറ്റ് ചെയ്ത് നമ്മളെ ഭരിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി നിൽക്കുന്നതെങ്കിൽ ഇനി CA പോലെയൊക്കെ വോട്ട് വർധനവിൻ്റെ ഒരു ഉൾക്കാഴ്ചയോട് കൂടിയല്ല മോഡി ഇത് ചെയ്തത്. വോട്ട് തകർച്ചയേ ഉണ്ടാവുള്ളൂ, കർഷകർ എതിർക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയല്ലേ. എത്ര നിഷ്കളങ്കമായ വാദഗതി. പക്ഷേ നിഷ്കളങ്കമായി തന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇതൊക്കെ ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഭാഗമായി വോട്ട് മറ്റു പല വഴിക്ക് സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ എറിയാവുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ചങ്ങാത്ത കുത്തകകളെ പിണക്കാതിരിക്കാനാവില്ലെന്ന് മാത്രമല്ല, അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഉള്ളപ്പോൾ വോട്ട് ബാങ്ക് വർധനവരിക്കല്ല എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കാൻ മറ്റു വഴികളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇനി ഇത് പരാജയപ്പെട്ടാൽ ഭയങ്കരമായ ഒരു മുന്നറിയിപ്പാണ് സാർ തരുന്നത്. അതായത് ഈ സ്വർഗ നരകത്തെ കാണിച്ച് സുഖിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ MSP എവിടെയും വിൽക്കാം, പിന്നെ ബോണ്ടഡ് ലേബർ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് സുഖിപ്പിച്ചു. സ്വർഗമൊക്കെ ഇനി നരകം കാണിക്കണ്ടേ? നരകം കാണിക്കുന്നതാണ്. ഇങ്ങനെ പരാജയപ്പെട്ടാൽ ഇനി ഇത്തരം കാർഷിക പരിഷ്കരണത്തിന് വേണ്ടി ഒരു സർക്കാരും ഒരു പാർട്ടിയും തയ്യാറാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് 3 ലക്ഷം കർഷകരെ നിങ്ങൾ മടങ്ങിപ്പൊക്കിയോളൂ. MSP ഇല്ല, APMC ഇല്ല, മണ്ടിയില്ല, ഇടത്തട്ടുകാരനില്ല, ടാറ്റയും ബിർളയും അദാനിയും മറ്റും ഇതാ വരുന്നു. സുവർണകാലം, പൊന്നോണപ്പുത്തൻ പുലരി. അതുകൊണ്ട് പരാജയപ്പെട്ടാൽ ഇത് നിങ്ങളുടെ അവസാനത്തെ പരാജയമാണ്. ഇനി ജയിക്കാൻ ഒരു മാർഗവും നിങ്ങളുടെ മുമ്പിലില്ല. അതുകൊണ്ട് ഇരു കൈയും നീട്ടി നിങ്ങൾ സ്വീകരിച്ചുള്ളൂ എന്ന് മതങ്ങൾ മരണം കാട്ടി പേടിപ്പിക്കുന്നത് പോലെ ഇവിടെ കർഷകരെ മറ്റു പാർട്ടികൾ മടിക്കും പേടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചുരുക്കുകയാണ്. ഞാൻ 2 വാക്കുകൂടെ പറഞ്ഞു നിർത്താം. ഞാൻ പല വീഡിയോസ് കണ്ടു. പല വീഡിയോയിലും അവസാനം പറിച്ചു നിൽക്കുന്ന വാക്ക്, ഈ കാർഷിക നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ അത് കർഷക ദ്രോഹപരമാണ്. ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ഒരു മാറ്റവും വരുത്തുന്നില്ല എന്ന് മാത്രമല്ല, നിലനിൽക്കുന്ന സമ്പ്രദായത്തേക്ക് അങ്ങേയറ്റം മതം പതിപ്പിക്കുക. MSP പോയാൽ അവൻ ഇല്ലാത്ത വിലയ്ക്ക് വിൽക്കേണ്ടി വരും. APMC പോയാൽ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ പോലെ, അല്ലെങ്കിൽ സർക്കാർ സ്കൂൾ ഇല്ലാത്തതുപോലെ. അതുകൊണ്ട് അത് കർഷകരെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ അന്ത്യമായി ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ അമിതമായ വിലവർധനവായിരിക്കും ഇതിന് കാരണം. ഇത് നയിക്കാൻ പോകുന്ന അങ്ങോട്ടാണ്. ലാഭം മാത്രം ഉണ്ടാക്കുക എന്ന കുത്തക താല്പര്യവും അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ഭരണകൂടവും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പാദനത്തിനൊക്കെ 50-100% ലാഭമിട്ടാണ് വിൽക്കുന്നതെങ്കിൽ ഇത് കണ്ടില്ല എന്ന് നടിച്ച് കണ്ണുപൂട്ടുന്ന കുത്തക പ്രേമമുള്ള ഭരണകർത്താക്കളുള്ള രാജ്യത്ത് വില വർദ്ധിച്ചാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവർ കാളവണ്ടിയിൽ കയറി സമരം ചെയ്യും നമ്മോടൊപ്പം. ഭരണം കിട്ടിക്കഴിഞ്ഞാലോ അവർ അദാനിയുടെ വിമാനത്തിൽ കയറി അന്യരാജ്യങ്ങൾ ദർശിക്കാനായിട്ട് പോകും. ഇതൊക്കെ സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. കൃഷി അതിലാണ് കൈയിടുന്നത്. അതായത് മോദി സർക്കാർ വന്നതിന് ശേഷം സായിനാഥ് പറയുന്നത് ഫെഡറൽ സംവിധാനത്തിന് അങ്ങേയറ്റം വെട്ടിമുറിച്ച് കടക്കൽ കത്തുവെക്കുന്ന പരിപാടിയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തതാണ്, സ്റ്റേറ്റ് സബ്ജക്റ്റാണ്, അതിലാണ് കൈവയ്ക്കുന്നത്. GST അദ്ദേഹം പറയുന്നത് GST സംബന്ധിച്ച രാജ്യങ്ങളൊക്കെ സംസ്ഥാനങ്ങളൊക്കെ തലവെച്ച് കൊടുക്കുകയായിരുന്നു, വെട്ടിക്കോളൂ എന്ന്. ഫെഡറൽ സംവിധാനത്തെ അങ്ങേയറ്റം
അതായത് കേരളത്തിന് കിട്ടേണ്ട വിഹിതം ഒരുപാട് നഷ്ടപ്പെട്ടു, ഒരുപാട് എടുത്തു കളഞ്ഞു, അതൊക്കെ മറ്റൊരു കാര്യം. പക്ഷേ കിട്ടേണ്ട വിഹിതത്തിന് പോലും പിച്ചച്ചട്ടിയുമായി ഇരന്നു നീക്കേണ്ട ഒരു ഗതികേടിലേക്ക് GST ചെല്ലുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ ജനങ്ങളുടെ മുമ്പിലും കർഷകൻ്റെ മുമ്പിലും ജീവിച്ചിരിക്കുന്ന തെളിവായുള്ളപ്പോൾ നിങ്ങൾ സ്വർഗം കാണിച്ചാലും നരകം കാണിച്ചാലും സന്തോഷിക്കാനോ സങ്കടപ്പെടാനോ ജനത്തിനാവില്ല എന്ന് ഇത് കേൾക്കുന്നവരെ, ഇത് പറഞ്ഞവരെ ബോധ്യപ്പെടുത്താനുള്ള വിവേകമോ അറിവോ കഴിവോ പ്രശസ്തിയോ എനിക്കില്ലാത്തത് കൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.